ടൊമാറ്റോ പിക്കിളെത്തി. ടൊമാറ്റോ അയ്യോ ഇത് നാരങ്ങയാ. അപ്പൊ ടൊമാറ്റോ നാരങ്ങയല്ലേ? ഉള്ളിൽ തീയെരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ, അതൊക്കെ വിട്ടുകളാ. ഇതങ്ങോട്ട് അടിക്കേ. വെള്ളം എന്തി? അല്ല വെള്ളം വേണ്ട, എന്നാ പച്ചക്കടിക്കേ. അടിച്ചോ, ചുമ്മാ അടിച്ചോ. ഓ അതെ, കുറച്ച് വാട്ടർ വേണമായിരുന്നു. അല്ല അതിലുണ്ടായിരുന്നല്ലോ. അത് ഞാൻ കുടിച്ചു. സ്റ്റോപ്പ് പ്ലീസ്. ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ. മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല. കുട്ടിക്കറിയോ, ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല്, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു, ചെല്ലടാ ചെല്ല്. പിന്നെ നടന്നതൊക്കെ ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോറ് അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം മനസ്സിനൊരു സമാധാനമായത്. അപ്പൊ മാമനപ്പനെ കൊല്ലാൻ നോക്കിയതാ? സ്മാർട്ട് ബോയ്സ്. പെരുന്നാള് വന്നു. പണിക്കരേട്ടൻ അറിയോ, എന്റെ മേരിക്കുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ. അവിടെ നിന്ന് 450 കിലോമീറ്ററാ വേളാങ്കണ്ണിക്ക്. പക്ഷെ ഏതാണ്ട് 200 കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദയില്ലാതെ എന്റെ മേരിക്കുട്ടിയെ മക്കളെയും കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്ര. അതിനുശേഷം തൊമ്മൻ ചീത്തയായത്. എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിന്നെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാ. അല്ലാതെ പണിക്കരിയേട്ട അതുങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല. 10ഉം 12ഉം വയസ്സ് തൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക. മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ ഇടത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക. സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ. എന്നോട് സ്നേഹമുള്ള എന്റെ പൊന്നു മക്കള്. ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവന്മാരെന്നെ മോളെ കേട്ടത്തില്ല. അത്രയ്ക്ക് സ്നേഹം. ഓട് പൊളിക്കാനോ? എന്നാലല്ലേ അപ്പം പണ്ട് ഓട് വേണ മേസ്രിയായിരുന്നു. ഒരിക്കലും ഓടിന്റെ മുകളിൽ താഴെ വീണോടി ഞങ്ങൾ ആ പണി നിർത്തിച്ചു. പണിക്കരേട്ടാ, പണ്ട് തമ്മലൻ റോട്ടിലൊരു വീട്, മഴയുള്ള രാത്രി, വീട്ടിലാണെങ്കിൽ 2 മുട്ടക്കാട്ടം പട്ടികള്. അപ്പൊ പട്ടി മേടിച്ച കഥയൊക്കെ പിന്നെ പറയാം. ആര് പട്ടിയെ? അങ്ങനെ തമ്മലൻ റോഡ്, മഴ, പിടിച്ചോടാ പട്ടി. അപ്പൊ നമ്മൾ ഓഫായി. അപ്പൊ പോയേക്കല്ലേ? ഞാൻ പോയി അപ്പനെ വിളിച്ചിട്ടുണ്ട്. ആളക്കൊന്നല്ലടാ ഇത്. ഇതാരപ്പൻ അടങ്ങാൻ പോവുകയാണ്. ദേവരുടെ വണ്ടിയാ. பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா அறிவு கட்டம் புண்டம். பார்த்து நிக்காம எல்லாத்துக்கும் வெளியே போடுறா. അച്ഛാ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ഓടാ പട്ടി. சரி முடிடா. വേഗം വേണം. തെങ്ങേ നടക്കണമെന്നോ? ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ, ഞാൻ കൊക്കേ വീട്.
വരട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. അടിക്കാൻ ഒരു headlight വെക്കണം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്, ഒന്നുകൂടെ പിരിയടാ അവനെ. വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഒതയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാൾ തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? അമ്മ പേര് പൂങ്കാവനം. നീ ഞാൻ ഇവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവര് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായിസ് ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോയില്ല. ഇത് തേവരുടെ മോളാ, ഇത് തേവരുടെ നാടും. ഓർത്തോ? നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പാറു. ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട? വെടിമറ ചാക്കോ എന്ന് കേട്ടിട്ടുണ്ട? അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമാ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രോം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ നോക്കും. മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്. ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര, ആളെന്നാ തേവാര, മകളെന്നാ ഒന്നും നോക്കിയല്ല. കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി ഇങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല, എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്. ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? തല്ലടോ. അമ്മ പാറു, പൂങ്കാവനം ആകെ തല്ലിപൊളിയാക്കി. വണ്ടി വിട്ട വിട്ട വിട്ട. എന്ത് അവിവേക നിങ്ങൾ ഈ കാണിച്ചത്? അടി എരന്ന് മേടിച്ചാ പിന്നെ എന്ത് ചെയ്യും? അയ്യോ, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല. വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. പണിക്കരായിട്ട് ഇങ്ങനെ പേടിച്ചാല് അവയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ടായിരുന്നു. അല്ല, പെണ്ണുങ്ങളാ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. നിങ്ങൾ ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. തേവരുടെ കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ്. ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ. ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടിത്തന്നത് ആ കൊച്ചിന് ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. ചിലപ്പോഴൊക്കെ രഹസ്യമായിട്ട് ചിലർ സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഛേ, എത്രയൊക്കെ വന്നാലും ഒരു പെങ്കൊച്ചല്ലേടാ, അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു. അപ്പ ഒരുമാതിരി എന്തോന്നു അടിയടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാല് മാറണം. ആഹാ, നീ അടിക്കാൻ പറഞ്ഞ പറഞ്ഞ അടിക്കുക. എന്നാ അപ്പനെ അടിക്കടാ, അടിക്കടാ, അപ്പനെ അടിക്കടാ. എന്നാ അടിക്കുന്നില്ലേ? അടിക്കടാ.
അയ്യേ ചമ്മിപ്പോയേ. സന്തോഷമായി പഠിക്കലേട്ടാ, എനിക്ക് സന്തോഷമായി. നിങ്ങൾ സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടിയില്ലേ. ലോറി കൊടുത്ത് വീട്ടിൽ നിന്ന് ഇപ്പൊ തേവരുടെ മോൾ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ആ പെൺകൊച്ചു നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു. അതെന്തും എടാ, നിന്റെ ഈ ചൂടഞ്ചമ്മിന്റെ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക്. ദേ, നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആ നെത്തോലിപ്പിണിനാട് എന്റെ പട്ടി പറയും മാപ്പ്. ഡാ, നീ പറയുന്നു. അപ്പം ഡാ, ദേ ആ തേവാത്തി കൊച്ചു വരുന്നു. വാ, കേറുവാ. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ. എടാ, മുണ്ടഴിച്ചിട. എന്നിട്ട് അണ്ടർവെയർ ഇട്ട് നിൽക്കാനാ? ഇവിടെ മുടക്കി കുത്തൊഴിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്. മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കേലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു. ആ ഗുണ്ടിയെ വേണ്ട. இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ. ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിയെന്ന ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പനെ വയ്ക്കേ. ദേവരേച്ചി, അതെ ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞു ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തോ. എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ല. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ? തേവറയ്യ വർദ്ധ